Welcome everybody back to Seychelles again. We are waiting for you. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് വേറൊരു സർപ്രൈസ് കൂടെ കിട്ടി. ആ സർപ്രൈസാണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ബോട്ട്. നമ്മൾ തിരിച്ച് പോകുന്നത് നടന്നല്ല, നമ്മൾ താഴെ കണ്ട ആ മനോഹരമായ കടലിൽ കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്, ഈ ബോട്ടിലാണ്. അപ്പം നമുക്ക് ഇനി ഈ ബോട്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രകൃതിയാൽ നിർമ്മിതമായ സ്വർഗമെന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ആൻസെ മേജോർ ബീച്ച് സീഷെൽസിലെ തന്നെ ഹിഡൻ ബീച്ചുകളിൽ ഒന്നാണ്. 2 കിലോമീറ്റർ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ഇവിടേക്കുള്ള യാത്ര ഏതൊരു സഞ്ചാരിക്കും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. വെള്ള മണൽത്തരികൾ നിറഞ്ഞ തീരങ്ങൾക്ക് അതിരു തീർത്ത് ഗ്രാനൈറ്റ് നിലങ്ങളും സീഷെൽസിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. മനുഷ്യ അധിനിവേശങ്ങൾ കുറവായ ഈ തീരങ്ങളിൽ മലിനീകരണം ഒട്ടും തന്നെയില്ല. ഈ തീരങ്ങളിൽ കൂടുതലും സഞ്ചാരികൾ എത്തുന്നത് സ്നോർക്കലിംഗ് എന്ന വിനോദത്തിനു വേണ്ടി കൂടിയാണ്. നിർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് അതിന് സാധിച്ചില്ല. അടുത്ത തവണ ഇവിടുത്തെ കടലിന്റെ അടുത്തിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ഹായ് കൂട്ടുകാരെ, ഞാൻ കുറച്ചു മുന്നേ നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു സർപ്രൈസ് കിട്ടിയത്. ആ സർപ്രൈസിൻ്റെ ആളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇത് മെർവിൻ, പുള്ളി സ്കിപ്പറാണ്. നമ്മൾ ഇവിടുന്ന് ബെല്ലോമിലേക്ക് പോകുന്ന ബോട്ടിൻ്റെ ഡ്രൈവറാണ്. അപ്പം നമുക്ക് പുള്ളിക്കാരനോട് ചോദിക്കാം ഇവിടുത്തെ കാര്യങ്ങൾ. ഹൗ കൊറോണ ഈസ് അഫക്റ്റിംഗ് യുവർ ബിസിനസ്? So coronavirus affect the tourism industry in Seychelles 100%. So I'm including in the tourism industry. So I'm also affected, 100% affected. What about the specialty in this place? Especially this place, Yeah. the energy. Yes. And nice tourists always come here, like you. Yes, thank Nice person who come here. Okay. You are doing the taxi boat services here? Yes. ഓക്കെ. നമ്മൾ ഈ ബീച്ചിൽ വരുന്ന ആൾക്കാർക്ക് പുള്ളിയുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ടാക്സി ബോട്ട് സർവീസ് ഓൾസോ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം. മെർവിൻ എന്നെ കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് കടൽ മാർഗം വേറൊരു യാത്രയും കൂടെ ആസ്വദിക്കാൻ പറ്റും. കൊറോണ എന്ന മഹാമാരി ഏൽപ്പിച്ച കനത്ത അഗാധത്തിൽ നിന്ന് സീഷെൽസിന്റെ വിനോദസഞ്ചാര മേഖല ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ്. സഞ്ചാരികൾ തങ്ങളുടെ സ്വപ്ന തീരം തേടി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ബെല്ലോമിലേക്കുള്ള യാത്രയുടെ കിടിലൻ വിഷ്വൽസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ മരതക പച്ച നിറത്തിലുള്ള തീരങ്ങൾ ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. ഗ്രാനൈറ്റ് ശിലകളോട് സല്ലപിക്കുന്ന തിരമാലകളും ചുറ്റിലും ആവരണം തീർന്നു നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളും നമ്മൾക്ക് തരുന്ന ഒരു ഊർജം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിലും കൂടുതലാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരു സഞ്ചാരിയും ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഇഷ്ട സ്ഥലം കൂടിയാണ് ഇത്. ആൻസെ മജോ ബീച്ചിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് കടലിൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ബെല്ലോം എന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒലിവർ തന്റെ നിധി ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ബെല്ലോം. പ്രകൃതിയുടെ വ്യത്യസ്തത നിറഞ്ഞ സൃഷ്ടി വൈഭവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തീരങ്ങൾ. ഓരോ ഭാഗങ്ങൾക്കും ഓരോ ദൃശ്യ ഭംഗിയാണ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഗ്രാനൈറ്റ് കൂട്ടങ്ങൾ അതിലൊരു ഉദാഹരണം മാത്രമാണ്. ഈ ഒരു ബോട്ട് യാത്രയ്ക്ക് 100 സീഷെൽസ് റുപ്പീസാണ് ഒരാൾക്ക് ചെലവാകുന്നത്. ഏകദേശം നാട്ടിലെ 350 രൂപയാണ്.
ഈ ബോട്ട് നമുക്ക് ഫുൾ ഡേ ആയി വേണമെങ്കിലും റെന്റിന് എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പാക്കേജിൽ നമ്മൾക്ക് ഇവിടെയുള്ള മറ്റ് ഐലൻഡുകളും പരിചയപ്പെടാൻ സാധിക്കും. പക്ഷേ ആ പാക്കേജുകൾ വളരെയധികം ചിലവേറിയത് കൂടെയാണ്. ഒലിവർ തന്റെ അമൂല്യമായ നിധിശേഖരം ഈ കാണുന്ന മലഞ്ചെരുവിൽ എവിടെയോ ആണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇന്നും ഈ പാറ ഇടുക്കുകളിൽ നിധി തേടിയുള്ള പര്യവേഷണങ്ങൾ നടക്കാറുണ്ട്. ഗ്രാനൈറ്റ് നിറഞ്ഞ ഈ തീരങ്ങൾ പവിഴപ്പുറ്റുകളുടെയും വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യസമ്പത്തിന്റെയും വലിയൊരു കലവറ തന്നെയാണ്. സീഷെൽസിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ തന്നെയാണ് ഇവിടുത്തെ മത്സ്യസമ്പത്ത്. ലോകത്തിന്റെ പല കോണിലേക്കും ഇവിടെ നിന്ന് മത്സ്യങ്ങൾ കയറ്റി അയക്കാറുണ്ട്. ഇവിടുത്തെ ട്യൂണ ലോക പ്രശസ്തവുമാണ്. ടൂറിസവും മത്സ്യബന്ധനവുമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. നമുക്ക് അവിടുന്ന് കിട്ടിയതൊരു സർപ്രൈസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ബോട്ട് യാത്ര. പക്ഷെ അതിൽ നമുക്ക് ഒത്തിരി ഗുണം ചെയ്തു. ഇതുപോലുള്ള നല്ല നല്ല ഒരു കാഴ്ചകൾ ഇവിടെ നമുക്ക് കിട്ടി. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല കാഴ്ചകളാണ്, നമ്മുടെ മനോഹരമായ കാഴ്ചകൾ. ഈ ഗ്രാനൈറ്റ് നിറഞ്ഞ ബീച്ച് ഈ സീഷെല്ലിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ബെലോം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് പർവ്വതങ്ങളും കുന്നിൻ ചെരുവുകളും താഴ്വാരങ്ങളും കൂടിച്ചേരുന്ന പ്രതിബിംബം എന്ന വാക്കിൽ നിന്നാണ്. ഈ ഡിസ്ട്രിക്റ്റിലെ മൊത്ത ജനസംഖ്യ ഏകദേശം 3900 ആണ്. എല്ലാവർക്കും നമ്മുടെ ഈ ബോട്ട് യാത്ര ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ ആ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും.